ജാസ്മിനും ഗബ്രിയും രാത്രി ലൈവിൽ ഒരുപാട് നേരം ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. സംഭവം അവരുടെ പ്രശ്നങ്ങൾ തന്നെ. അവർക്ക് വേറെ ടോപ്പിക് ഒന്നുമില്ലല്ലോ സംസാരിക്കാനായിട്ട്. അവർക്ക് സംസാരിക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് അവർ തമ്മിൽ പ്രണയത്തിലാണോ ഫ്രണ്ട്സ് ആണോ എന്നറിയാനുള്ള ശ്രമത്തിലാണ്. ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് അവർക്ക് രണ്ടുപേർക്കും ഇടയിലും. രണ്ടുപേർക്കും കൃത്യമായിട്ടുള്ള ഉത്തരവും അതിനില്ല. ജാസ്മിൻ പ്രണയമാണെന്ന് തുറന്നു പറഞ്ഞിട്ടും അവിടെ ഗബ്രിയിൽ നിന്ന് കൃത്യമായ ഉത്തരം കിട്ടുന്നില്ല എന്നുള്ളതാണ് ജാസ്മിന്റെ പ്രശ്നം. പക്ഷേ ഈ പ്രശ്നത്തിനിടയിൽ അതിഗംഭീരമായ പ്രശ്നങ്ങൾ വീണ്ടും ഉണ്ടാവുന്നുണ്ടായിരുന്നു. ജാസ്മിന്റെ കരച്ചിലും ഓടിപ്പോക്കും അവിടെ ഡ്രസ്സിംഗ് റൂമിൽ പോയിരുന്ന് കരച്ചിലും ഒക്കെ. അതിനുശേഷം വീണ്ടും രണ്ടുപേർ വന്നിരുന്ന് സംസാരിക്കുന്ന സമയത്ത് അവിടെ ഗബ്രി രഹസ്യമായി വളരെ പതുക്കെ അവിടെ ജാസ്മിനോട് ഒരു വാചകം പറയുന്നുണ്ടായിരുന്നു. ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് ജാസ്മിൻ, ഈ ട്രാക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് ജാസ്മിൻ, നീ പറയുന്നത് മനസ്സിലാക്ക്, ഈ ട്രാക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. എന്ത് ട്രാക്കാണ് ഇവിടെ ജാസ്മിൻ്റെ അടുത്ത് ഗബ്രി ഉദ്ദേശിച്ചത്? ഇവർ പോയിക്കൊണ്ട് ഇപ്പോൾ ഇരിക്കുന്ന ഈ ട്രാക്ക് കോംപ്ലിക്കേറ്റഡ് ആണ് എന്നതാണോ? അതോ ഇവരുടെ ഈ ലവ് ട്രാക്ക്, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ലവ്, അല്ലെങ്കിൽ ജാസ്മിൻ കരയുന്നത്, ജാസ്മിൻ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അതാണോ? അതോ ഇവർ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന നാടകം ഇപ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഗബ്രി ജാസ്മിന് കൊടുത്ത സൂചനയാണോ? കാരണം എന്തെന്നാൽ അത് വളരെ രഹസ്യമായും വളരെ ശബ്ദം കുറച്ചിട്ടാണ് ഗബ്രി ജാസ്മിൻ്റെ അടുത്ത് പറയുന്നത്. അത് 2-3 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അവിടെ. ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് ജാസ്മിൻ, ഈ ട്രാക്ക് കോംപ്ലിക്കേറ്റഡ് ആണ് എന്നുള്ള കാര്യത്തിൽ. പക്ഷേ ജാസ്മിൻ അത് കേട്ടുകൊണ്ട് അവിടെ ഇങ്ങനെ വിഷമിച്ച് തല കുമ്പിട്ടിരിക്കുന്നു. പിന്നെ നമുക്കത് ബാത്റൂം ഏരിയ ആയതുകൊണ്ട് തന്നെ അവരെ ഫോക്കസ് ചെയ്ത് അത്രയും ഇതിൽ കാണിക്കുന്നില്ല. ജാസ്മിൻ ഫേസ് ഒട്ടും കാണുന്നില്ല, ഗബ്രിയുടെ ഫേസ് മാത്രമാണ് നമുക്ക് കാണുന്നത്. ജാസ്മിൻ അപ്പുറത്തേക്ക് തിരിഞ്ഞാണ് ഇരിക്കുന്നത്. അവിടെ കരഞ്ഞൊക്കെ വിഷമിച്ചാണ് വന്നിരിക്കുന്നത് ജാസ്മിൻ. പക്ഷേ എന്തിനാണ് ഇവിടെ ഗബ്രി ഈ വാചകം പറഞ്ഞത് എന്നുള്ളതാണ് എന്നെ കൺഫ്യൂഷനിലാക്കിയ കാര്യം. ഗബ്രി ഏതർത്ഥത്തിലാണ് ഇത് പറഞ്ഞത്? ഇവർ പോയിക്കൊണ്ടിരിക്കുന്ന ട്രാക്ക് ഇപ്പം ശരിയല്ല, നീ ട്രാക്ക് മാറ്റി എന്നുള്ള അർത്ഥത്തിൽ ജാസ്മിന് ഉപദേശിച്ചതാണോ ഗബ്രി? എന്താണ് അവരുദ്ദേശിച്ചെന്ന് പ്രേക്ഷകർക്ക്, ലൈവ് കണ്ടവരുണ്ടാവാം, ഇല്ലാതിരിക്കാം, നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ എന്താണ് തോന്നുന്നത്?